പ്രിയപ്പെട്ടവരെ, സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിന്റെ വിവിധ കോഴ്സുകളിൽ ജോയിൻ ചെയ്തിട്ടുള്ള പഠിതാക്കൾക്കും ജീവിതത്തിന്റെ നെക്സ്റ്റ് ലെവലിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമായി ഏൾ നൈറ്റിംഗലിന്റെ ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്ന ശബ്ദ സന്ദേശം മലയാള പരിഭാഷയായി ഇവിടെ സമർപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വിചിത്രമായ രഹസ്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മഹാനായ ഡോക്ടറും നോബൽ സമ്മാന ജേതാവുമായ ആൽബർട്ട് ഷീസർ ഒരു അഭിമുഖം നടത്തുമ്പോൾ ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, ഡോക്ടർ, എന്താണ് ആളുകളുടെ പ്രശ്നം? അദ്ദേഹം ഒരു നിമിഷം നിശബ്ദനായി. എന്നിട്ട് പറഞ്ഞു, ലളിതമായി പറഞ്ഞാൽ ആളുകൾ ചിന്തിക്കുന്നില്ല. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ലോക ജനസംഖ്യയുടെ ശതമാനക്കണക്കിൽ 100-ൽ 5 പേർ മാത്രം വലിയ വിജയങ്ങൾ നേടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിജയം എന്നാൽ മുൻകൂട്ടി കണ്ട ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുകയും അത് സാധ്യമാക്കുകയും ചെയ്താൽ വിജയിയായി. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഉചിതമായ ഒരു ആദർശത്തിന്റെ ഉത്തമമായ സാക്ഷാത്കാരമാണ് വിജയമെന്നത്. എന്താണ് വിജയത്തിന്റെ തടസ്സമെന്നറിയാമോ? ഭൂരിപക്ഷം പേരും മറ്റുള്ളവരെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 95% പരാജയപ്പെട്ട ആളുകളെ തന്നെ അനുകരിക്കുന്നത് കൊണ്ട് നമ്മൾ എല്ലാവരും പരാജയത്തിലേക്ക് പോവുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നത്. ജോലിയുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒരു സർവേ നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് 20-ൽ 19 പേരും പറഞ്ഞത് മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ട് തങ്ങളും ചെയ്യുന്നു എന്നാണ്. മറ്റുള്ളവർ രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തങ്ങളും രാവിലെ എഴുന്നേൽക്കുന്നു. ഇതായിരുന്നു അവരുടെ ഉത്തരം. എന്താണ് വിജയത്തിന്റെ രഹസ്യം? ഉചിതമായ ഒരു ലക്ഷ്യം ക്രമാനുഗതമായി സാക്ഷാത്കരിക്കുന്നതാണ് വിജയത്തിന്റെ രഹസ്യം. കൃത്യമായ ലക്ഷ്യത്തിലേക്ക് പോകുന്ന അധ്യാപകനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് അത് ചെയ്യുന്ന ആൾ വിജയിക്കുന്നു. ഒരു നല്ല വീട്ടമ്മയാകാൻ ആഗ്രഹിച്ചാൽ അത് നന്നായിട്ട് ചെയ്താൽ അവർ വീട്ടമ്മയായി കഴിയുന്നു, അതിൽ വിജയിക്കുന്നു. ഒരു നല്ല ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അത് നന്നായി ചെയ്താൽ തീർച്ചയായും അയാൾ ഒരു ബിസിനസ്സുകാരനായി മാറുന്നു. ഒരാൾ വലിയ സെയിൽസ്മാൻ ആകണമെന്ന് ആഗ്രഹിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു, അത് വിജയകരമായി ചെയ്താൽ അയാൾ വിജയിച്ചു. ഇവിടെ മത്സരിക്കുന്നവരല്ല വിജയിക്കുന്നത്, ആരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ അനുകരിക്കുന്നവരുമല്ല വിജയിക്കുന്നത്, മുൻകൂട്ടി തീരുമാനിച്ച് അതിലേക്ക് എത്തിച്ചേരുന്നവരാണ് വിജയിക്കുന്നത്. വിജയത്തിനൊരു താക്കോൽ, വിജയത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു അത്ഭുത വിളക്ക്, അങ്ങനെ ഒന്നുണ്ടോ? അങ്ങനെ ഒന്നുണ്ട്. അത് ഞാൻ കണ്ടെത്തി. കഠിനാധ്വാനം ചെയ്തിട്ടും ഒന്നും നേടാൻ കഴിയാത്തവരും എന്നാൽ പ്രത്യേകിച്ച് കഠിനാധ്വാനം ഒന്നും ചെയ്യാതെ വിജയിക്കുന്നവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. കാരണം അവരുടെ കയ്യിൽ ഒരു മാന്ത്രിക താക്കോലുണ്ട്, ഒരു മാന്ത്രിക വിളക്കുണ്ട് അവരുടെ കയ്യിൽ. എന്ത് തൊട്ടാലും പൊന്നാക്കുന്ന വിളക്ക്. വിജയിക്കുന്നവർ എന്നും വിജയിച്ചുകൊണ്ടേയിരിക്കും, പരാജയപ്പെടുന്നവർ എന്നും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ട മാന്ത്രിക വിളക്ക് ഇതാ. ലക്ഷ്യവും കൃതജ്ഞതയും ക്ഷമയുമാണ് ആ മാന്ത്രിക വിളക്കിന്റെ രഹസ്യം. ഒന്നാമത്തേത് ലക്ഷ്യം അല്ലെങ്കിൽ ഗോൾ. ഒരു കപ്പൽ അല്ലെങ്കിൽ ഒരു ബസ് അതിന്റെ ഡ്രൈവർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്നിവരില്ലാതെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയില്ല. ക്യാപ്റ്റൻ ഇല്ലാതെ ഒരു കപ്പൽ യാത്ര ആരംഭിച്ചാൽ അത് എവിടെ ചെന്ന് ചേരും? അത് എവിടെയെങ്കിലും പോയി തകരും. ഉദാഹരണത്തിന് നേഴ്സ്മാൻ ആയ ഒരാളുടെ പരിധി എന്ന് പറയുന്നത് ആകാശമാണ്. ഒരു സെയിൽസ് പേഴ്സന്റെ പരിധി എന്ന് പറയുന്നത് ആകാശമാണ്. ലോകത്തെ ഏറ്റവും വലിയ പ്രതിഫലം നേടാൻ സാധിക്കുന്ന ഒരു കരിയറാണ് ഒരു പ്രൊഫഷണൽ സെയിൽസ് എന്ന് പറയുന്നത്. എന്നാൽ കൃത്യമായ ലക്ഷ്യവും കൃത്യമായ ആഗ്രഹമുള്ളവർ വളരെ കുറച്ചു മാത്രമാണുള്ളത്. ഇന്നത്തെ ലോകം സമൃദ്ധിയുടെ ലോകമാണ്. ഈ ലോകത്ത് ജീവിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു കഴിവുമില്ലെങ്കിലും ഇന്ന് ജീവിക്കുവാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ വിജയത്തിന്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരാം. ഇതിൽ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം ഉടനടി മാറിമറിയും. വൻ വിജയങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാനാകും. നിങ്ങൾ ഭാഗ്യം ആകർഷിക്കുന്നതായി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ മുതൽ പ്രശ്നങ്ങളും വിഷമങ്ങളും മാറി ക്രമാനുഗതമായി ഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. ഭയവും സംശയവും ഉത്കണ്ഠയും കഴിഞ്ഞ കാലത്തെ പ്രശ്നങ്ങൾ മാത്രമായി മാറും. ഇതാ ഒന്നാമത്തെ താക്കോൽ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായി മാറും. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായി നിങ്ങൾ മാറുന്നു. ലോകത്തെ എല്ലാ മതങ്ങളും പ്രവാചകന്മാരും തത്വചിന്തകരും എല്ലാവരും ഈ കാര്യത്തിൽ ഏകകണ്ഠേന യോജിക്കുന്നു. നിശ്ചിത ലക്ഷ്യമുള്ള മനുഷ്യർ അത് പൂർത്തിയാക്കും. ഒരു ദിവസം മുഴുവൻ എന്താണോ അയാൾ ചിന്തിക്കുന്നത് അതാണ് അയാൾ. നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിച്ചാൽ നിങ്ങളത് നേടും. നിങ്ങൾ സന്തോഷവാനാകാൻ ആഗ്രഹിച്ചാൽ അത് നിങ്ങൾ നേടും. നിങ്ങൾ അറിവ് നേടാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾ അതും നേടും. നിങ്ങൾ ആത്മീയത ആഗ്രഹിച്ചാൽ നിങ്ങൾ അത് നേടാൻ കഴിയും. നല്ലൊരു കുടുംബജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് നേടാൻ സാധിക്കും. അതിനായി ദിവസവും നിങ്ങൾ 100 കണക്കിന് കാര്യങ്ങൾ ചിന്തിക്കാതെ ലഭിക്കേണ്ട കാര്യങ്ങൾ മാത്രം പ്രത്യേകമായി ആഗ്രഹിക്കുക. ഇതിന് എല്ലാ മതങ്ങളിലും ഉദാഹരണമുണ്ട്. ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 21:22 പറയുന്നു, എല്ലാം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മാർക്കോസിന്റെ സുവിശേഷം 90:23 പറയുന്നു, വിശ്വാസത്തിന് സകലതും സാധ്യമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറദിൽ 11-ാം ആയത്തിൽ പറയുന്നു,
ഒരു ജനതയുടെ അവസ്ഥ അള്ളാഹു മാറ്റുകയില്ല, അവർ സ്വയം മാറിയാലല്ലാതെ. മുണ്ടകോപനിഷത്തിൽ വളരെ കൃത്യമായി പറയുന്നു, ഏത് ലക്ഷ്യവും സ്ഥാനങ്ങളും സുഖഭോഗ വസ്തുക്കളും ശുദ്ധീകരിക്കപ്പെട്ട മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ ആ ലക്ഷ്യസ്ഥാനങ്ങളും ആഗ്രഹിച്ച വസ്തുക്കളും അവൻ നേടുമെന്ന്. ഒരു മനുഷ്യന്റെ ജീവിതം അവൻ ചിന്തിക്കുന്നതാണ്. ദിവസം മുഴുവൻ എന്താണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ ഒരാളുടെ മനസ്സിൽ സ്ഥിരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അയാൾ അതായി മാറുന്നു. പുരോഗമനാത്മകമായി ചിന്തിച്ചാൽ പോസിറ്റീവായത് നേടും. ഷേക്സ്പിയർ പറയുന്നത് പോലെ മനുഷ്യന്റെ സംശയങ്ങൾ രാജ്യദ്രോഹമാണ്. പലപ്പോഴും വിജയിക്കുമായിരുന്ന പല കാര്യങ്ങളും ശ്രമിക്കാനുള്ള ഭയം കൊണ്ടാണ് പരാജയപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2 വാക്കിൽ പറയാം: വിശ്വസിക്കുക, വിജയിക്കുക. ഇത് നടപ്പിലാക്കാൻ സ്വന്തമായ ഒരു ലക്ഷ്യം കണ്ടെത്തുക, ആ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുക, അതിനുവേണ്ടി മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക. ഉദാഹരണമായി, ഒരു കർഷകൻ കൃഷി നടുന്ന പോലെ ഭൂമിയിൽ എന്ത് നടുന്നു എന്നത് ഭൂമിക്ക് പ്രശ്നമല്ല. കർഷകൻ ധാന്യം വിതച്ചാൽ ധാന്യം വിളയും, എന്നാൽ വിഷച്ചെടി നട്ടാലോ വിഷച്ചെടി ആയിരിക്കും വളരുക. എന്താണോ നടുന്നത് അത് വളരും, എന്താണോ വിതയ്ക്കുന്നത് അത് കൊയ്യും. ഭൂമി പോലെയാണ് മനുഷ്യന്റെ മനസ്സ്. എന്താണോ അതിൽ നടുന്നത് അത് വളരും. മനുഷ്യ മനസ്സ് വളരെ ഫലഭൂയിഷ്ഠമാണ്. വിജയമോ ലക്ഷ്യമോ പരാജയമോ ഉത്കണ്ഠയോ എന്താണോ നിങ്ങൾ അതിൽ നടുന്നത് അത് വളർന്നുകൊണ്ടേയിരിക്കും. ഭൂമിയിൽ പര്യവേഷണം നടത്താത്ത അവസാനത്തെ ഭൂഖണ്ഡമാണ് മനസ്സ്. അവസാനിക്കാത്ത സമ്പത്ത് അടങ്ങിയിരിക്കുന്നത് അവിടെയാണ്. നാം നേടാൻ ആഗ്രഹിക്കുന്നത് എന്തുമാകട്ടെ അത് നിങ്ങൾക്ക് മനസ്സ് നൽകും. എന്തുകൊണ്ട് ജനങ്ങൾ മനസ്സ് ഉപയോഗിക്കുന്നില്ല? കാരണം മനസ്സ് നമുക്ക് സൗജന്യമായി ലഭിച്ചതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ മൂല്യമുള്ളതെല്ലാം സൗജന്യമായി ലഭിച്ചതാണ്. നമ്മുടെ മനസ്സ്, ആത്മാവ്, ശരീരം, പ്രതീക്ഷകൾ, ബുദ്ധി, കുടുംബം, കുട്ടികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ഈ അമൂല്യമായ സ്വത്തുക്കളെല്ലാം നമുക്ക് സൗജന്യമായി ലഭിച്ചതാണ്. എന്നാൽ പണം ചെലവാക്കുന്ന കാര്യങ്ങൾ മൂല്യം കുറഞ്ഞതും മാറ്റി നിർമ്മിക്കാൻ കഴിയുന്നതുമാണ്. നമ്മുടെ വീട് കേടുപാടുകൾ സംഭവിച്ചാൽ നമുക്ക് നന്നാക്കാം. ഏത് വാഹനവുമാകട്ടെ കേടുപാടുകൾ വന്നാൽ നമുക്ക് നന്നാക്കാം. പണം കൊടുത്ത് വാങ്ങിയതെല്ലാം മാറ്റി വാങ്ങാം. എന്നാൽ സൗജന്യമായി ലഭിച്ചതൊന്നും പുനഃസൃഷ്ടിക്കാൻ കഴിയുകയില്ല. എന്നാൽ മനുഷ്യരാകട്ടെ പണം നൽകി വാങ്ങിയ കാര്യങ്ങൾക്ക് മാത്രം വില കൽപ്പിക്കുകയും സൗജന്യമായി ലഭിച്ച കഴിവുകൾക്കും ശക്തികൾക്കും വില നൽകാതിരിക്കുകയുമാണ് ചെയ്യുന്നത്. മനുഷ്യ മനസ്സിനെ വേണ്ട രീതിയിൽ നാം ഉപയോഗപ്പെടുത്തണം. ഏത് തരത്തിലുള്ള ജോലി ഏൽപ്പിച്ചാലും നമ്മുടെ മനസ്സിന് ചെയ്യാൻ സാധിക്കും. എന്നാൽ മനസ്സിന്റെ കഴിവിന്റെ 10% പോലും മനുഷ്യർ ഉപയോഗിക്കുന്നില്ല എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി തീരുമാനിക്കൂ, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ആ ലക്ഷ്യം മനസ്സിൽ സ്ഥാപിക്കൂ. എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, ആ വിത്ത് മനസ്സിൽ നടുക, അതിനെ വെള്ളമൊഴിച്ച് പരിപാലിക്കുക, അത് യാഥാർത്ഥ്യമാക്കുക. ലക്ഷ്യത്തെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കുക, അത് നേടിയതായി മനസ്സിൽ ചിത്രീകരിക്കുക. ഇന്നത്തെ കാലഘട്ടം നമ്മെ ആരോഗ്യത്തിലേക്കും ദീർഘായുസിലേക്കുമാണ് നയിക്കുന്നത്. ഈ സമയത്ത് നാം ശീലിച്ച പഴയ ചിന്താരീതികൾ മാറ്റാൻ തയ്യാറാകണം. ഇന്നും നാളെയും അടുത്ത വർഷവും എന്താകണമെന്ന് നാം ചിന്തിച്ചു തുടങ്ങണം. ഉദാഹരണത്തിന്, വലിയ വാഹനങ്ങൾ ഒരു ചെറിയ ഡ്രൈവർ നിയന്ത്രിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഒരു വാഹനം നിയന്ത്രിക്കുന്നത് നിങ്ങളാണ് ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആളെങ്കിൽ നിങ്ങൾ ആ വാഹനത്തെ കുഴിയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുമോ? അതോ സ്വയം വാഹനം പോകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുമോ? അതോ 2 കൈകൾ കൊണ്ട് സ്റ്റിയറിംഗ് നിയന്ത്രിച്ച് ആ വാഹനം ലക്ഷ്യസ്ഥാനത്തെത്തിക്കുമോ? അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ മനസ്സ്. നിങ്ങളുടെ മനസ്സിനെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുക. ഒരു മനുഷ്യനെ വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സ്വപ്നത്തിലേക്ക് നയിക്കുവാനും അതേസമയം പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് നയിക്കുവാനും നിങ്ങളുടെ ചിന്തകൾക്ക് കഴിയും. ഇതാണ് ആ അത്ഭുത വിളക്കിൻ്റെ രഹസ്യം. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ രഹസ്യമെന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ഇതൊരു രഹസ്യമല്ല. ബൈബിളിലും ഖുർആനിലും ഭഗവത്ഗീതയിലും നിരവധി ഇടങ്ങളിൽ ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില വിചിത്രമായ കാരണങ്ങൾ കൊണ്ട് കാലാകാലങ്ങളായി ഇത് രഹസ്യമായി തുടരുകയാണ്. എന്തിന്? നിങ്ങളൊരു പൊതുസ്ഥലത്ത് പോയി ഒരു സർവേ നടത്തിയാൽ എന്താണ് വിജയത്തിന്റെ രഹസ്യമെന്ന് പറയാൻ കഴിയുന്ന ഒരാളെ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഈ അറിവ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി പ്രയോഗിച്ചാൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ ജോലിക്കാരുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും ജീവിതത്തിന്റെ വിജയത്തിന്റെ താക്കോലായിരിക്കും ഈ രഹസ്യം. ജീവിതം എപ്പോഴും ആരോഗ്യകരമായ സാഹസികത ആയിരിക്കണം. ഒരു മനുഷ്യൻ പൂർണ്ണതയോടെ ജീവിക്കണം. രാവിലെ കിടക്കയിൽ നിന്ന് സന്തോഷവാനായി എഴുന്നേൽക്കണം. ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യണം. നാം ഭൂമിയിൽ ഒരു യാത്രക്കാരനാണ്. അത് നാം ആവേശകരമായി പൂർത്തിയാക്കണം. എല്ലാ മനുഷ്യരുടെയും
മുഴുവൻ അധ്യാപകരായിരുന്ന പ്രവാചകന്മാർ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് വീണ്ടും 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 വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ അത്ഭുത വിളക്ക് നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ ആഗ്രഹമാണ് ഈ അത്ഭുത വിളക്കിന്റെ ജീനിക്കുള്ള ആജ്ഞ. യുവർ വിഷ് ഈസ് മൈ കമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജീനി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ തയ്യാറായി നിൽക്കുകയാണ്. ലക്ഷ്യം, നന്ദി, ക്ഷമ എന്നീ ശീലങ്ങളിലൂടെ അത്ഭുത വിളക്ക് ആകുന്ന നിങ്ങളുടെ ഹൃദയം ഇന്നു മുതൽ തുടയ്ക്കാൻ തുടങ്ങുക. 90 ദിവസത്തിനകം അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങും. 90 ദിവസത്തെ ഈ പരിശ്രമം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. വില കൊടുക്കാതെ ഒന്നും നേടാനാകില്ല. ഡോക്ടറാകണമെങ്കിൽ വർഷങ്ങൾ പഠിക്കുന്നത് പോലെ ഇതിനായും നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുവാൻ തയ്യാറാകണം. കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ലക്ഷ്യം നിർണ്ണയിക്കണം. സാധ്യമായ എല്ലാ ദിശകളിലേക്കും നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നിങ്ങളുടെ അത്ഭുതകരമായ മനസ്സിനെ നിങ്ങൾ തയ്യാറാക്കണം. സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ നിങ്ങളുടെ ഭാവനയെ നിങ്ങൾ തുറന്നുവിടണം. നിങ്ങൾ സമ്പാദിക്കുന്നതിന്റെ 10% മാറ്റിവെക്കണം. സമ്പാദ്യത്തിന്റെ ഏറ്റവും കുറഞ്ഞത് 2.5% നിങ്ങൾ ദാനം ചെയ്യണം. ഇപ്പോഴത്തെ ജോലി എന്തുമാകട്ടെ, എത്ര ചെറുതാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഈ പ്രധാന കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും 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 ഓർക്കുക. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായി മാറും. നിങ്ങളുടെ ഭാവനയെ ഉയർത്തുക. നിങ്ങളുടെ മനസ്സുണരട്ടെ. ധൈര്യം നിലനിർത്തുക. ദിവസവും ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുക. എന്താണോ എപ്പോഴാണോ മുൻപിൽ വരുന്ന അവസരത്തിൽ ധൈര്യമായി നടപടിയെടുക്കുക. പൂർണ്ണമായും നിങ്ങളുടെ വിജയത്തിൽ വിശ്വസിക്കുക. രാവിലെയോ രാത്രിയിലോ 2 നേരമോ ഈ ശബ്ദ സന്ദേശം കേൾക്കുക. 90 ദിവസം മുടങ്ങാതെ കേൾക്കണം. ഒന്നിനെയും നിങ്ങൾ ഭയപ്പെടരുത്. എന്താണോ ലക്ഷ്യം അത് ഒരു കാർഡിൽ എഴുതുക. അത് സമ്പത്താകാം, കൂടുതൽ വരുമാനമാകാം, മനോഹരമായ വീടാകാം, ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സ്ഥാനമാകാം, നല്ല കുടുംബ അന്തരീക്ഷമാകാം. നിങ്ങളുടെ കാർഡിൽ കൃത്യമായി ലക്ഷ്യം എഴുതുക. അത് ദിവസം മുഴുവൻ കയ്യിലോ പേഴ്സിലോ കരുതുക. പോസിറ്റീവായി അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഉറങ്ങുന്നതിന് മുൻപും രാവിലെ ഉണരുമ്പോഴും ഈ കാർഡ് എടുത്ത് വായിക്കുക. കിട്ടുന്ന ഇടവേളകളിലെല്ലാം അതെടുത്ത് നോക്കുക. സന്തോഷത്തോടെ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇത് നിങ്ങൾ നേടിക്കഴിഞ്ഞതായും ഉടൻ തന്നെ നിങ്ങളുടേതാകുമെന്നും തിരിച്ചറിയുക. ദൈനംദിന കാര്യങ്ങൾ മുഴുകുമ്പോഴും ഭൂമിയിലെ സമൃദ്ധിയെ നിങ്ങൾ കാണുക. അത് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന തിരിച്ചറിവുണ്ടാവുക. പൂർണ്ണമായും അസൂയ കൈവെടിയുക. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പുതിയ ശീലങ്ങൾ എളുപ്പത്തിൽ രൂപപ്പെടില്ല. നെഗറ്റീവ് ചിന്തകൾ വന്നാൽ മൂല്യവത്തായ ലക്ഷ്യത്തിന്റെ പോസിറ്റീവായ ചിത്രം ഉപയോഗിച്ച് വീണ്ടും നിങ്ങളുടെ ചിന്തയെ മാറ്റി സ്ഥാപിക്കുക. 5% വിജയികളാകാൻ നിങ്ങൾ പുറപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ മാനസികമായും ശാരീരികമായും അതിനൊരുങ്ങുക. അടുത്ത 90 ദിവസം നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾ ചിന്തിക്കാൻ അനുവദിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ മനസ്സ് ചിന്തിക്കാവൂ. ലക്ഷ്യം തീരുമാനിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിജയികളായി. എവിടേക്കാണ് പോകുന്നതെന്നും അറിയാവുന്ന 100-ൽ 5 പേരിൽ നിങ്ങളൊരാളായി കഴിഞ്ഞു. നിങ്ങളുടെ ലക്ഷ്യം എങ്ങനെ കൈവരിക്കുമെന്ന് അധികം ചിന്തിക്കരുത്. അത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് മാത്രം അറിയുക. ഉത്തരങ്ങൾ വഴിയെ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. ചോദിക്കുക, തീർച്ചയായും അത് നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുക, തീർച്ചയായും അത് നിങ്ങൾ കണ്ടെത്തും. 90 ദിവസം നിങ്ങളുടെ ലക്ഷ്യത്തിന് ശാന്തമായി സന്തോഷത്തോടുകൂടി നിങ്ങൾ ജോലി ചെയ്യുക. ഇതിനിടയിൽ പല അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നേക്കാം. ആ അവസരങ്ങൾ ആവേശത്തോടെ ധൈര്യത്തോടെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടും. സ്ഥിരോത്സാഹം വിശ്വാസത്തിന്റെ മറ്റൊരു പദമാണ്. വിശ്വാസമാണ് നിങ്ങളുടെ വിജയം. 90 ദിവസത്തിൽ നെഗറ്റീവ് ചിന്തകൾ അധികരിച്ചു എന്തെങ്കിലും കാരണവശാൽ ഇത് മുടങ്ങിയാൽ വീണ്ടും ശ്രമിക്കുക. പോസിറ്റീവായ ചിന്തകൾ ശീലമാക്കുക. ഇൻസ്പയറിംഗ് വീഡിയോസ് കാണുക. ആങ്സൈറ്റി, ഫിയർ, സ്ട്രെസ് എന്നിവ ഒഴിവാക്കി ധൈര്യത്തോടെ ലക്ഷ്യത്തിലേക്ക് മുറുകെ പിടിക്കുക. നിങ്ങൾ പോസിറ്റീവ് വിതയ്ക്കുക. തീർച്ചയായും നിങ്ങൾ പോസിറ്റീവ് കൊയ്യും. പണം സമ്പാദിക്കാനുള്ള മാർഗം അതാണ്. പ്രോഡക്റ്റ് ആയോ അല്ലെങ്കിൽ സർവീസ് ആയോ പണത്തിനായി കൈമാറാവുന്നതാണ്. അതായത് പണം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒന്നുകിൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നൽകാൻ തയ്യാറാകണം. വാല്യൂ ആഡ് ചെയ്യാൻ തയ്യാറാകണം. പണത്തിനായി കൈമാറുന്നതാണ് വിജയം. പണം സമ്പാദിക്കാനുള്ള മാർഗം അത് പ്രോഡക്റ്റ് ആയോ സർവീസ് ആയോ പണത്തിനായി കൈമാറുന്നതാണ്. വിജയം പണം ഉണ്ടാക്കുന്നതിന്റെ ഫലമല്ല. വിജയിച്ച ശേഷം മാത്രമേ പണം സമ്പാദിക്കാൻ കഴിയൂ. അടുപ്പിന് മുന്നിലിരുന്ന് എനിക്ക് ചൂട് തരൂ എന്നിട്ട് വിറക് കത്തിക്കാം എന്ന് പറയുന്നത് പോലെയാണ് പലരും. ചൂട് പ്രതീക്ഷിക്കുന്നതിന് മുൻപ് വിറക് കത്തിക്കണം. അതിനായി ജോലി ചെയ്യുക, സേവനം ചെയ്യുക. ആത്മാർത്ഥമായി നമ്മുടെ സേവനം ചെയ്യുക. നിങ്ങൾ എന്ത് ജോലിയാണോ ഉള്ളത് പൂർണ്ണമായും ആ ജോലിയിൽ മുഴുകുക. മറ്റുള്ളവരെ സമ്പന്നരാക്കുമ്പോഴാണ് നാം സമ്പന്നരാകുന്നത് എന്ന് തിരിച്ചറിയുക. വിജയത്തിൻ്റെ അവസാന രഹസ്യം സ്വയം ലക്ഷ്യം വയ്ക്കുക. സ്വയം പിന്തിരിഞ്ഞോടുന്നത് ഒഴിവാക്കുക. വിജയിക്കാൻ കഴിയാത്തതിൻ്റെ കാരണങ്ങൾ ചിന്തിക്കാതെ
പകരം നിങ്ങൾ സാധ്യമായതിനെ എല്ലാത്തിനെക്കുറിച്ചും ചിന്തിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. കുട്ടിക്കാലത്തുണ്ടായിരുന്ന നിങ്ങളുടെ മനോഭാവം കണ്ടെത്തുക. നിങ്ങൾക്ക് കഴിയില്ല എന്ന ചിന്തയുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് ആദ്യം ലഭിച്ചതെന്ന് കണ്ടെത്തുക. എന്നിട്ട് പൂർണ്ണമായും അതിനെ മാച്ചു കളയുക. വിജയകരമായ ഒരു ലക്ഷ്യത്തെ കണ്ടെത്തി നിങ്ങൾ അതായി മാറുക. 90 ദിവസത്തെ സമൃദ്ധിയുടെ ഈ പ്രക്രിയ നിങ്ങൾ തുടരുക. ശാന്തവും സന്തോഷകരവുമായ വിജയകരവുമായ ഈ ജീവിതം നയിക്കുന്ന ന്യൂനപക്ഷത്തിൽ തീർച്ചയായും നിങ്ങൾ ഉൾപ്പെടും. നിങ്ങൾക്ക് വിജയിക്കാൻ ഒരു വലിയ ജീവിതം നിങ്ങളുടെ മുന്നിലുണ്ട്. നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആ ജീവിതത്തിന് വേണ്ടി ഈ നിമിഷം മുതൽ തയ്യാറാവുക. തയ്യാറായിക്കൊണ്ടേയിരിക്കുക. വിജയം തീർച്ചയായും നിങ്ങൾക്ക് സ്വന്തമാകും.